Hi friends, Geek No Malayalam Tech Channel ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് xiaomi ചൈനയിൽ ഒരു വമ്പിച്ച ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. xiaomi Redmi Note 7 and Note 7 Pro. xiaomiയുടെ ഏറ്റവും സക്സസ്ഫുൾ സീരീസ് ആയിരുന്നു Redmi സീരീസ്. ആ Redmi സീരീസിനെ ഒരു സബ് ബ്രാൻഡാക്കി മാറ്റിക്കൊണ്ടാണ് xiaomi Redmi Note 7 and Note 7 Pro പുറത്തിറക്കിയിരിക്കുന്നത്. Redmi Note 7ന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. xiaomiയുടെ സക്സസ്ഫുൾ സീരീസ് ഓഫ് ഫോൺസിൽ ഒന്നായിരുന്നു റെഡ്മി. ആ റെഡ്മി സീരീസിനെ ഒരു സബ് ബ്രാൻഡായി പോക്കോ പോലെ ഒരു സബ് ബ്രാൻഡായി മാറ്റിക്കൊണ്ടാണ് Redmi Note 7 and Note 7 Pro xiaomi പുറത്തിറക്കിയിരിക്കുന്നത്. 48 മെഗാ പിക്സൽ ക്യാമറയുമായി പുറത്തിറങ്ങുന്നു എന്നതാണ് Redmi Note 7ന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഇന്ന് വരെ ഒരു മാനുഫാക്ചേഴ്സും പരീക്ഷിക്കാത്ത തരം വ്യത്യസ്തമായ രീതിയിലാണ് xiaomiയുടെ Redmi Note 7 പുറത്തിറക്കിയിരിക്കുന്നത്. 0.8 മൈക്രോൺ പിക്സൽ സാംസങ് ISOCELL GL1 ലെൻസാണ് xiaomi 48 MP ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ 48 മെഗാ പിക്സൽ ക്യാമറയാണ് Redmi Note 7 and Note 7 Proയുടെ പ്രധാനപ്പെട്ട സവിശേഷത. Redmi Note 7ൽ സാംസങ് ലെൻസ് ആണെങ്കിൽ Redmi Note 7 Proയിൽ സോണി IMX586 സെൻസറാണ് 48 മെഗാ പിക്സലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹുവാവേ വ്യൂ 20യിലും ഇതേ സെൻസർ തന്നെയാണ് ഹുവാവേയും ഉപയോഗിച്ചിരിക്കുന്നത്. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് യു ഷേപ്പ് വാട്ടർ ഡോപ്പ് നോച്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് Redmi Note 7 പുറത്തിറങ്ങിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 660 പ്രോസറാണ് Redmi Note 7 കരുത്ത് പകരുന്നത്. ഫുൾ ഫ്ലഡ്ജ്ഡ് 2.2 GHz അണ്ടർ ക്ലോക്ക് ചെയ്യാത്ത പ്രോസർ ആയതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 660 മികച്ച പെർഫോമൻസ് നമുക്ക് നൽകുന്നതാണ്. അസൂസും റിയൽമിയും അവരുടെ ഫോണുകളിൽ അണ്ടർ ക്ലോക്ക് ചെയ്തിട്ടാണ് സ്നാപ്ഡ്രാഗൺ 660 ഉപയോഗിച്ചിട്ടുള്ളത്. 2 GHz അണ്ടർ ക്ലോക്ക് ചെയ്താണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് റിയൽമി 2 പ്രോയിലും അസൂസ് സെൻഫോൺ മാക്സ് പ്രോ M2ലും. xiaomi Redmi Note 7ൽ ഫുൾ ഫ്ലഡ്ജ്ഡ് സ്നാപ്ഡ്രാഗൺ 660 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് ലഭിക്കുക. പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് Redmi Note 7 പുറത്തിറക്കിയിരിക്കുന്നത്. 0.8 മൈക്രോൺ പിക്സൽ സാംസങ് ISOCELL GL1 ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് 48 മെഗാ പിക്സൽ ക്യാമറയ്ക്ക്. കൂടാതെ ഒരു 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നൽകിയിരിക്കുന്നു. സെൽഫി ഷൂട്ടിനായി 13 മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ടിൽ Redmi നൽകിയിരിക്കുന്നത്. MUI 10 വേർഷൻ ആൻഡ്രോയിഡ് പൈ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയി Redmi Note 7ൽ വരുന്നത്. xiaomi Redmi സീരീസ് ഓഫ് ഫോൺസായ Redmi ഫോൺസ് ഇറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന 4000 mAh ബാറ്ററി Redmi ഒരു സബ് ബ്രാൻഡായി മാറ്റിയപ്പോഴും Redmi Note 7ലും അത് അവർ നിലനിർത്തിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ ക്വിക്ക് ചാർജ് 4 സപ്പോർട്ടോട് കൂടിയാണ് Redmi Note 7 Redmi പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ USB Type-C പോർട്ടോടുകൂടി പുറത്തിറങ്ങുന്ന xiaomiയുടെ ആദ്യ ഫോണാണ് സബ് ബ്രാൻഡ് Redmi പുറത്തിറക്കുന്ന Redmi Note 7. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയാണ് Redmi Note 7 പുറത്തിറക്കിയിരിക്കുന്നത്. 2.5D ഗ്രേഡിയൻറ്റ് ഗ്ലാസ് ബാക്കാണ് Redmi Note 7 Redmi നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഗ്ലോസി ഫിനിഷാണ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്നത്. മുൻകാലങ്ങളിൽ xiaomi Redmi സീരീസ് ഓഫ് ഫോൺസിന് മെറ്റൽ ബാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആദ്യമായാണ് ഗ്ലോസി ഗ്രേഡിയൻറ്റ് ഗ്ലാസ് ബാക്കുമായി xiaomiയുടെ ഒരു ഫോൺ പുറത്തിറങ്ങുന്നത്. ഹൈബ്രിഡ് സ്ലിം സ്ലോട്ടാണ് Redmi Note 7 Redmi Note 7 Proയ്ക്കും Redmi നൽകിയിരിക്കുന്നത്. Redmi Note 7ഉം Redmi Note 7 Proയും തമ്മിൽ ജസ്റ്റ് ഒരു ലെൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 48 മെഗാ പിക്സൽ ലെൻസ് Redmi 7ൽ സാംസങ് ISOCELL GL1 ലെൻസ് ആണെങ്കിൽ Redmi Note 7 Proയിൽ സോണി IMX586 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണും ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ടെങ്കിലും Redmi Note 7 Pro തുടക്കത്തിൽ തന്നെ വിപണിയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ Redmi Note 7 Proയുടെ വില Redmi പ്രഖ്യാപിച്ചിട്ടില്ല. 3 വേരിയൻറ്റുകളായാണ് Redmi Note 7 ചൈനയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. 3GB 32GB 4GB 64GB 6GB 64GB എന്നീ വേരിയൻറ്റുകളായാണ് ചൈനയിൽ Redmi Note 7 പുറത്തിറങ്ങിയിരിക്കുന്നത്. 3GB 32GB വേരിയൻറ്റിന് 999 yuan ആണ് ചൈനീസ് വില. ഇന്ത്യൻ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10,000 അടുത്ത് വരും വില. അതേ വിലയ്ക്ക് ഇന്ത്യയിൽ Redmi Note 7 Redmi പുറത്തിറക്കുകയാണെങ്കിൽ അതൊരു മികച്ചൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും വിപണിയിൽ ഉണ്ടാക്കുന്നത്.
4GB 64GB വേരിയൻറ്റിന് 1300 യുവാനാണ് ചൈനീസ് വില. ഇന്ത്യൻ വിലയായി താരതമ്യം ചെയ്യുമ്പോൾ 12,500 രൂപയാണ് ഏകദേശ വിലയായി വരുന്നത്. അതേ വിലയ്ക്ക് റെഡ്മി നോട്ട് 7 റെഡ്മി ഇന്ത്യയിൽ പുറത്തിറക്കുകയാണെങ്കിൽ റിയൽമി 2 പ്രോവിനും അസൂസ് സെൻഫോൺ മാക്സ് പ്രോ M2വിനും മികച്ചൊരു എതിരാളിയായിരിക്കും റെഡ്മി നോട്ട് 7. 6GB 64GB വേരിയൻറ്റിന് 14,500 രൂപയാണ് ഇന്ത്യൻ വിലയായി താരതമ്യം ചെയ്യുമ്പോൾ വരുന്നത്. ഇതേ വിലയ്ക്ക് തന്നെ ഇന്ത്യയിലും റെഡ്മി നോട്ട് 7 പുറത്തിറക്കുകയാണെങ്കിൽ മികച്ചൊരു എതിരാളിയായിരിക്കും മറ്റ് ഫോൺ കമ്പനികൾക്ക്. വൈകാതെ തന്നെ റെഡ്മി നോട്ട് 7ഉം റെഡ്മി നോട്ട് 7 പ്രോയും ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനീസ് വിലയോട് കിടപിടിക്കുന്ന അതേ വിലയിൽ തന്നെ ഇന്ത്യയിലും റെഡ്മി നോട്ട് 7 ആൻഡ് റെഡ്മി നോട്ട് 7 പ്രോ പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഫോണിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. We can make a wildfire getaway.